arrived, we are grieved to report that our former Prime Minister, Mr. Rajiv Gandhi, has been assassinated at Sri Perumbudur in the outskirts of Madras city at 10:20 this evening in a bomb explosion. No terrorist outfit has claimed responsibility as yet, and government reaction on this devastating incident is eagerly awaited. The whole nation is in a grip of shock. We have got a requisition from CBI headquarters to send a team to SIT Madras regarding Rajiv Gandhi assassination. I was expecting, sir. My boys are ready to move at any time. Whom are you sending as the team commander? I think Major Shivaram is the one to handle such a sensitive operation. Right. Send him immediately. Sir, ചെറിയൊരു പ്രശ്നമുണ്ട്. What? Sir, അയാൾ ലീവിലാണ്. So what? Call him back. അത് അയാളിപ്പോ എവിടെയുണ്ടെന്ന് actually I don't know, sir. What do you mean? Sir, he's a crazy driver. From Delhi to Kerala. അയാൾ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോയിരിക്കുകയാണ്. Anyway, അയാൾ എവിടെയാണെങ്കിലും I will get him back, sir. In the meantime, ഞാൻ അയാളുടെ ടീമിനെ ദീപകിന്റെ അണ്ടറിലേക്കാം, സർ. ശിവസാറില്ലെങ്കിൽ ഇത്രയും വലിയൊരു ഓപ്പറേഷൻ. ശിവസാർ എത്തിയിരിക്കും മോനെ. ഉണ്ടാപിരുതല്ലേടാ. വല്ലതും ചെയ്യാൻ പറ്റുമെങ്കിൽ നീയൊക്കെ ചെയ്യടാ. പൈസ കൊടുത്തിട്ട് പോയാൽ മതിയടാ. വിജയ് സാബ് എങ്ങനെയായാലും പിടിച്ചിരിക്കും. അപ്പൊ സാബിന് ഇപ്രാവശ്യം നാടകത്തിനെ കാണാൻ പറ്റില്ലായിരിക്കും. अबे जब साहब वापस आएगा ना, ये बात बोल के उसको छेड़ना मत. पिछले बार मिल गया ना तुम लोगों को. ओह सिंसियर सिंसियर साहबिന്റെ ഒരു സിൻസിയർ വാല. ഇവിടുത്തെ ദക്ഷിണ വെച്ചിട്ട് പയ്യങ്ങ് പോയാൽ മതി എല്ലാവരും. കുറെ നേരമായല്ലോ. ഓക്സിജൻ കൊടുത്താൽ മക്കളെ ഈ ആംബുലൻസ് എങ്കിലും ഒന്ന് കടത്തി പോയാലുള്ളതായി എത്ര നേരം ഞാൻ എന്തായാലും ശിവസാർ ഉള്ളപ്പോ ഓപ്പറേഷൻ സ്പിരിറ്റ് ഒന്ന് വേറെ തന്നെ. സാബൊന്ന് അറിഞ്ഞാൽ മതി, പറന്നെത്തൂടാ. അത് ശരിയാ. ചങ്കൂറ്റോളുണ്ടെങ്കിൽ വാടാ. ഹലോ, എന്താടോ ശിവസാറില്ലാതെ ഒരു ഓപ്പറേഷൻ പോകാൻ നിനക്കും ധൈര്യമില്ലേ? അങ്ങനെയല്ല സാർ, ഓപ്പറേഷൻ ശിവസാർ ഞങ്ങളുടെ മുന്നിൽ ഒരു കോട്ട പോലെ നിൽക്കും, അതുകൊണ്ട് പറഞ്ഞതാ. I'm Major Shivaram, Black Cat Commando. Where is he now? Sir, അയാളുടെ റെസിഡൻസ് നമ്പർ ട്രൈ ചെയ്തോണ്ടിരിക്കുകയാണ്. Anyway, he might reach at any time. Sir, sorry sir. സാർ ആരാണെന്നറിയാതെ. സാറേ, ഈ പോലീസ് യൂണിഫോം ജനങ്ങളെ സേവിക്കാനുള്ളതാണ്, അല്ലാതെ സ്വന്തം സേവിങ്സിന് മാത്രമുള്ളതല്ല. ഇവിടുത്തെ ജനങ്ങള് റോഡ് ടാക്സും രജിസ്ട്രേഷൻ ഫീസും ഒക്കെ തരുന്നത് റോഡ് പണിയാനും പാലം പണിയാനും ഒക്കെയാണ്, അല്ലാതെ ലോകാവസാനം വരെ അവരെ ടോള് പിരിച്ച് ബുദ്ധിമുട്ടിപ്പിക്കാനല്ല. എന്നോട് ക്ഷമിക്കണം സാർ. വിദേശത്തൊക്കെ സ്കൂളിൽ പോകുന്ന കുട്ടികളോട് അവരുടെ അമ്മമാര് പറഞ്ഞുകൊടുക്കും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പോലീസ് അംഗങ്ങളെ വിളിക്കണം. ഇവിടെ ഭക്ഷണം കഴിക്കാത്ത കുട്ടികളെ പേടിപ്പിക്കാനാണ് പോലീസിന്റെ പേര് ഉപയോഗിക്കുന്നത്. ഇനിയെങ്കിലും അതൊക്കെ ഒന്ന് മാറ്റാൻ നോക്ക്. എന്താ പേര്? സജിത്ത്. ഓക്കെ സേ.